ഒരു സമാന്തര ശ്രേണിയുടെ 12ാമത്തെ പദവും 22ാമത്തെ പദവും കൂടി കൂട്ടുമ്പോൾ 100 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്ര? അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ 12ാമത്തെ പദവും 22ാമത്തെ പദവും തമ്മിൽ കൂട്ടുമ്പോൾ 100 കിട്ടുമെങ്കിൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ മൊത്തം തുക എത്ര? അപ്പോൾ പദങ്ങളുടെ എന്ത് പദം, അതായത് എത്രാമത്തെ പദമാണോ അത് കാണാനുള്ള ഇക്വേഷൻ n = a പ്ലസ് ഇൻറ്റു n-1 ഇൻറ്റു d. ഇവിടെ a എന്ന് പറയുന്നത് ശ്രേണിയുടെ ആദ്യത്തെ പദവും n എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണോ അതും d എന്ന് പറയുന്നത് പദങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസവും. ഇവിടെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടില്ല, ആദ്യത്തെ പദം തന്നിട്ടില്ല. അപ്പം ഇവിടെ ഇതിന് ഉത്തരം കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എത്രാമത്തെ പദങ്ങളാണോ ആ പദങ്ങൾ ചേർത്ത് ഈ ഫോർമുലയിലെ ടേംസ് രൂപപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് an = a+. അപ്പോൾ an എന്ന് പറയുന്നത് a12 a+ n-ൻ്റെ സ്ഥാനത്ത് 12ാമത്തെ പദമാണ്, അത് 12 - 1 ഇൻറ്റു d സമം 12 1 പോകുമ്പോൾ 11. അപ്പോൾ a+11d a+11d. അപ്പം 12ാമത്തെ പദത്തിന് കിട്ടിയിരിക്കുന്നത് a+11d. അതുപോലെ നമുക്ക് 22ാമത്തെ പദവും കൊടുക്കാം. a22 = a+22 - 1 ഇൻറ്റു d = a+21 22 1 പോയാൽ 21d. അപ്പോൾ a+21d 21d. അപ്പോൾ 22ാമത്തെ പദം കിട്ടിയിരിക്കുന്നത് a+21d-യും 12ാമത്തെ പദം കിട്ടിയിരിക്കുന്നത് a+11d-യും. അപ്പോൾ ക്വസ്റ്റ്യനിൽ 12ാമത്തെ പദവും 22ാമത്തെ പദവും കൂടി കൂട്ടുമ്പോൾ 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം a12 + a22 = 100. a12 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് a+11d. അപ്പോൾ a12ൻ്റെ സ്ഥാനത്ത് a+11d അധികം 22ാമത്തെ പദം നമുക്ക് കിട്ടിയിട്ടുള്ളത് a+21d. അപ്പോൾ a22ൻ്റെ സ്ഥാനത്ത് a+21d. അപ്പം 12ാമത്തെ പദവും 22ാമത്തെ പദവും കൂടി കൂട്ടുമ്പോൾ 100 ആണ്. അപ്പം 12ാമത്തെ പദം a+11d, 22ാമത്തെ പദം a+21d = 100. ഇതിനെ ഇനി ഈ പദത്തിനെ 2 കൊണ്ട് ഹരിക്കണം. 2 കൊണ്ട് ഹരിക്കണം. ഈ ടേം കോമ്പിനേഷൻ ചെയ്ത് എഴുതാം. അപ്പം എയും കൂടി കൂട്ടുമ്പോൾ 2a അധികം 11-ഉം 11d-യും 21d-യും കൂടി കൂട്ടുമ്പോൾ 32d സമം 100. ഈ ടേമിനെ 2 കൊണ്ട് ഹരിക്കണം. ഈ ടേമിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2a/2 അധികം
32D ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2A ഡിവൈഡഡ് ബൈ 2, രണ്ടും കൂടി വെട്ടിപ്പോയാൽ പിന്നെ എ മാത്രം. അപ്പം എ അധികം 32നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 16, അങ്ങനെ 16D സമം 100നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 50. അപ്പോൾ 12ാമത്തെ പദവും 22ാമത് പദവും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ഈ ഒരു ടേമായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. A + 16D ഈസ് ഈക്വൽ ടു 50. ഇനി ആദ്യ പദങ്ങളുടെ തുക കാണാൻ ഉള്ള ഇക്വേഷൻ. Sn ഈസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 2. n എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണോ അത്. n ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d സിക്കൽ ടു. അപ്പോൾ Sn ഡിവൈഡഡ് ബൈ n ബൈ 2. അപ്പോൾ 33 പദങ്ങളുടെ തുകയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ 33 വരേണ്ടത്. എന്നിൻ്റെ സ്ഥാനത്ത് 33 വരണം. അപ്പം Sn, അതായത് S33 സമം n 33 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് 31 മൈനസ് d, അതായത് ഇവിടെ 33 മൈനസ് 1, 33 മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും. (33 ഡിവൈഡഡ് ബൈ 2) 2a അധികം 33 1 പോയാൽ 32 ഇൻറ്റു d. ഇവിടെ കോമൺ ആയിട്ടുള്ള എ ഫാക്ടറിനെ കോമൺ ഫാക്ടറായിട്ട് എടുക്കണം. അപ്പോൾ Sn ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 2 ഗുണം ഇവിടുത്തെ 2നെ കോമൺ ആയിട്ട് എടുക്കണം. ഇവിടെ ഈ 2a എന്നുള്ളതിൽ ഈ 2നെ കോമൺ ഫാക്ടറായിട്ട് എടുക്കുമ്പോൾ 2 ഗുണം a അധികം 32ൻ്റെ 2 ഗുണം 16 32. 2 ഗുണം a ആണ് 2a, 2 ഗുണം 16 ഇവിടെ 32. അപ്പം 16d. ഇതിൽ Sn എന്ന് പറയുന്നത് S33 പദങ്ങളുടെ മൊത്തം തുക S33. ഇവിടെ ഈ രണ്ടും കൂടി കട്ട് ചെയ്ത് പോകും. അപ്പോൾ ബാക്കി വരുന്നത് 33 ഗുണം a പ്ലസ് 16d. a പ്ലസ് 16d. a പ്ലസ് 16d.
ഡി. എ പ്ലസ് 16D എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എ പ്ലസ് 16D എന്ന് പറയുന്നത് 50 12ാമത്തെ പദവും 22ാമത്തെ പദവും തമ്മിൽ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ അത് എ പ്ലസ് 16D എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ എ പ്ലസ് 16D. അപ്പം 33 ഗുണം എ പ്ലസ് 16Dയുടെ സ്ഥാനത്ത് 50 ചേർക്കണം. 33 ഗുണം 50 സമം 1650 ഉത്തരം കിട്ടും. 1650 ഉത്തരം കിട്ടും. അപ്പം 33 പദങ്ങളുടെ ഈ ശ്രേണിയിലെ ആദ്യത്തെ 33 പദങ്ങളുടെ മൊത്തം തുക എന്ന് പറയുന്നത് 1650